വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് അലി കാര്യാട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വട്ടംകുളം ലീഗ് കമ്മിറ്റി ഓഫീസിൽ നിന്നും നേതാക്കൾക്കൊപ്പം പ്രകടനമായി എത്തിയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്ലിം ലീഗിലെ മുഹമ്മദ് അലി കാര്യാട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ CB രാജലക്ഷ്മിക്ക് മുൻപാകെ 3 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. നിലവിലെ 14-ാം വാർഡിലെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. കഴിഞ്ഞ തവണ 14-ാം വാർഡിൽ നടന്നത് ഒരു ത്രികോണ മത്സരമാണ്. ഈ തവണ 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തിലും ആണ് അവിടുത്തെ മത്സരം നടന്നിരിക്കുന്നത്. CPM-ഉം BJP-യും അതുപോലെ റിബൽ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരി മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ വളരെ കൃത്യമായതിൻ്റെ വോട്ടുകൾ രേഖപ്പെടുത്തും എന്ന വിശ്വാസത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എനിക്ക് വളരെയധികം വിജയപ്രതീക്ഷയുണ്ട്. തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി പത്തിൽ അഷ്റഫ്, തവനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചുള്ളിയിൽ രവീന്ദ്രൻ, UDF ചെയർമാൻ K ഭാസ്കരൻ വട്ടംകുളം, കൺവീനർ VM മുസ്തഫ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NV അഷ്റഫ്, CP ബാപ്പുട്ടി ഹാജി, M നജീബ്, കഴുങ്കിൽ മജീദ് തുടങ്ങിയ നേതാക്കളും നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേളയിൽ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.